ഈ പറഞ്ഞ പോലെ നിങ്ങളെല്ലാം ഈ തമാശയായിട്ട് എടുക്കുന്ന ആൾക്കാരാണല്ലോ. ഇപ്പൊ സീരിയസ് സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഈ ഹാൻഡിൽ ചെയ്യുന്നത്? എപ്പോഴും എല്ലാം തമാശയായിട്ട് നമുക്ക് പറ്റില്ല. ആര് പറഞ്ഞു? ഞങ്ങളെല്ലാം സീരിയസ് ആണ്. സീരിയസ് ആണ്. പിന്നെ സത്യം ഞങ്ങളിപ്പോ സീരിയസ് ആണ്. ഇപ്പൊ ഈ ചിരിച്ചിരിക്കുന്ന കുട്ടി പേടിച്ചു പോയി. ഞാനൊക്കെ സീരിയസ് ആയി കഴിഞ്ഞു. അതെനിക്ക് അറിയാം. ഭയങ്കര സീരിയസ് ആയി. ചേട്ടൻ ഭയങ്കര മെച്ചൂരിറ്റി ഉള്ള ഒരു ഫാദറാണ്, ഒരു ഗൃഹനാഥനാണ്, ഒരു കുടുംബനാഥനാണ്. ഒരു ലോകം തന്നെ എന്റെ കീഴിലുണ്ട്. അല്ല, വേറൊരു സംഭവം ബക്രു ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഘടനയുണ്ട്. എന്ന് പറയുന്ന സംഘടനയുടെ ട്രഷറാണ്. അപ്പൊ ഞങ്ങള് പുള്ളി ആയിരുന്നു ആ സമയം. അല്ലെ നമ്മളെ അപ്പൊ അതുകൊണ്ട് നമ്മള് പുള്ളിയുടെ ആ ഒരു ബഹുമാനത്തിൽ കാര്യം നമ്മളെ പൈസ സേഫായിട്ടിരിക്കണം. അല്ല, അത്രയും വലിയ സംഘടനയുടെ ഈ ക്യാഷ് ഹോൾഡ് ചെയ്യുന്ന ഒരാളെന്ന് പറയുന്ന രീതിയിലൊന്നും ആലോചിക്കണം. അപ്പൊ പുള്ളിയുടെ അത്ര സീരിയസ് ആയിരിക്കും പുള്ളി. അല്ലല്ല, നമ്മളെല്ലാരും സീരിയസ് ആൾക്കാരാണ്. തമാശ സാഹചര്യം വരുമ്പോൾ നമ്മളത് തമാശയായിട്ട് എല്ലാം. ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യം എന്താ നിങ്ങൾ? ഇതുപോലെ കൂട്ടുകാരൊക്കെ ഇരുന്ന് തമാശകൾ പറയും. സത്യം, ഞങ്ങൾ അതിനുവേണ്ടി ചില സമയത്ത് നമ്മൾ അതിനുവേണ്ടി മെനക്കെടും. കാരണം പലയിടത്തും ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ കാണുകയും പ്രത്യേകിച്ച് നോബി ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം അതിനെ പ്രസന്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ ശരിക്കും പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒന്നിച്ചിപ്പം പല സ്ഥലത്തും പോയാൽ ഇപ്പൊ കൊടുങ്ങല്ലൂര് ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ്, നല്ല കറികൾ കിട്ടുന്ന സ്ഥലം, അതുപോലെ നല്ല കുക്കുള്ള ചേച്ചിമാരാരൊക്കെയാ അവര് അതെല്ലാം എന്നുവെച്ചാൽ അത്രയും ഒരു എന്താ പറയുന്നത് ജനകീയനായിട്ട്. ലൊക്കേഷനിൽ ചെന്നാലും നോവി അങ്ങനെ നടനായിട്ടില്ല, അവിടെയൊക്കെ എങ്ങനെ നടക്കും. കൂട്ടുകാർ ഇഷ്ടം പോലെ അവിടെ ഇപ്പൊ അവിടെ ബന്ധങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്ക്. അതല്ലേ സൗഹൃദ ബന്ധങ്ങൾ. പിന്നെ ഞാനായിരിക്കുമല്ലോ കൂടുതലും പണി. ഞാൻ കൂടുതൽ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ വർക്കുകൾ വരുമ്പോൾ അല്ലാത്ത സമയങ്ങളിലൊക്കെ ഇവരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് ഓരോരുത്തർക്കും പോയിട്ട് ഫുഡ് കഴിച്ച കാര്യം, തമാശകൾ, ഓരോ ക്യാരക്ടേഴ്സിനെ കണ്ടിട്ട് അവിടെ വന്ന് പറയുന്നതൊക്കെയാണ് നമ്മുടെ ഏറ്റവും ഭയങ്കര ചിരി മുഹൂർത്തങ്ങളൊക്കെ. അത് നല്ലൊരു നേരമ്പോക്കാണത്. അത് കറക്റ്റായിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യും. അല്ല, നമ്മള് ഈ ഒരു കൂട്ടുകുടുംബം ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നമ്മൾ പലരും പല സൈഡിലോട്ട് അപ്പം ക്യാരവാൻ ബാക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ടൊന്നും ആരും പോക്കില്ല. അപ്പം എവിടെ നിന്ന് ഇപ്പോൾ എല്ലാവരും കൂടെ ഒരു സ്ഥലത്തിരുന്ന് ബക്രു ചേട്ടൻ്റെ ഇടയ്ക്ക് കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ വിചാരിക്കും ക്യാരവാനകത്ത് ഉറങ്ങിയായിരിക്കും ശല്യപ്പെടുത്തിട്ടുണ്ട്. പിന്നീട് നോക്കുമ്പോഴായിരിക്കും ആ വീട്ടിലെ പിന്നെ ചേട്ടൻ അമ്മയായിട്ട് അഭിനയിച്ച, സഹോദരിയായിട്ട് അഭിനയിച്ച, അയൽവക്കക്കാരായിട്ട് അഭിനയിച്ച എല്ലാവരും ഇടയിരുന്ന് ഇങ്ങനെ കഥകളെല്ലാം പറഞ്ഞ് പിന്നെ ഓരോല്ലാം വകുപ്പ് മാറ്റിയിട്ടാണ് അന്ന് കാണാം. ഓക്കെ, ഇതെല്ലാം മാറ്റിയിട്ട് മറ്റേ പടമില്ലേ സലീം കുമാർ കൈ നോക്കായിരിക്കില്ല, അതുപോലെ അവിടെ ഇരിക്കും ഇതുപോലൊരു കസേരയില്. പിന്നെ അപ്പൊ ബക്രു ചേട്ടന്റെ ചുറ്റും പിന്നെ പിള്ളേരും ഉണ്ട്. അല്ല, ഒരു ദിവസം ഞാൻ ചങ്ങലക്കുറിയൊക്കെ തൊട്ടിട്ട് ഒരു കാവി ഷർട്ടിട്ടാ വന്നേരം ഇദ്ദേഹം സ്വാമിജി കഴിഞ്ഞെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാമായിരുന്നു. അതായത് പിള്ളേർ ഉൾപ്പെടെ ബക്രു ചേട്ടന് ചുറ്റും ഇരുന്നിട്ട് ബക്രു ചേട്ടൻ അവരെ പറഞ്ഞു കേൾക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയായിരുന്നു അവരുടെ ക്യൂരിയസ് ക്വസ്റ്റ്യൻസ്? എന്തൊക്കെയായിരുന്നു ബക്രു ചേട്ടനെ കാണുമ്പോൾ? എന്നെ കാണുമ്പോ ക്വസ്റ്റ്യൻ ചോദിക്കും ഞാൻ. അല്ല, അങ്ങനല്ല, ഇപ്പം ഇത്രയും കൂടിയിരുന്ന ആൾക്കാർ കേൾക്കുന്നില്ലേ അവിടെ നിന്നിട്ട് അതിനകത്തുള്ള രസാവമായിട്ടുള്ള കാര്യങ്ങളും. നമ്മൾ സിനിമ ചെയ്യാൻ പോകുമ്പോൾ നമുക്കല്ലാത്ത സമയം കിട്ടുമ്പോൾ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരെല്ലാരും ഒന്നിച്ചിരുന്ന് ചിരിച്ച് കളിച്ച് കുറെ പുതിയ ആൾക്കാരുണ്ട്. നമ്മളവിടെ പോയി അപ്പൊ അവര് ഭയങ്കരമായിട്ട് നമ്മളവരെ പുതിയതായിട്ട് വന്നതെന്ന് പറഞ്ഞ് നമുക്ക് ഒറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. പേടിച്ച് വരില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നമ്മളൊക്കെ പണ്ട് ലൊക്കേഷൻ പോയ സമയത്ത് നമുക്ക് എങ്ങോട്ടൊക്കെ പോകാനൊക്കെ പേടിയായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും അല്ല. ഇപ്പം എല്ലാവരുമായിട്ട് പണ്ടൊരു സിനിമ എന്ന് പറഞ്ഞാൽ കാണാൻ ഭയങ്കര പ്രയാസമായിരുന്നു പണ്ട്, ഇല്ലേ? കുറേ നാളുകൾക്ക് മുമ്പ് നമുക്കൊരു മലയാള സിനിമയിലൊരു താരത്തിനെ കാണാൻ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടാൽ യാദൃശ്യമായിട്ട് ചിലപ്പോൾ എയർപോർട്ടിലെല്ലാം വെച്ച്, ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ, ചിലപ്പോൾ ട്രെയിനിൽ വെച്ച്, ചിലപ്പോൾ കാറിൽ പാസ് ചെയ്ത് പോകുമ്പോഴായിരിക്കും നമ്മൾ നടനെയോ നടിയോ കാണുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഒരു സിനിമ ഇറങ്ങിയാൽ വീട്ടിൽ ചെന്ന് വിളിക്കണം നമ്മളെ സിനിമ. അല്ല, അത്ര ജനകീയമായല്ലോ ആൾക്കാർ ആർട്ടിസ്റ്റുകളായാൽ പോലും. ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നേ നിങ്ങളൊക്കെ വേറെ യൂണിവേഴ്സിൽ ഉള്ള ആളുകളാണ്, നമുക്കൊന്നും ഒരിക്കലും കാണാൻ പറ്റത്തില്ല എന്ന് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഞങ്ങളും അങ്ങനെ കുട്ടിക്കാലത്ത് വിചാരിച്ചു. അല്ല, ഇപ്പം പതിന്ന് മാറി മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തെ വല്ല അന്യഗ്രഹ ജീവിയായിട്ട് നമ്മള് വേറെ സ്ഥലത്തുള്ളത് ചൊവ്വയെന്ന് പൊട്ടി വേണം.
അല്ല ആദ്യം കണ്ടപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ എനിക്ക് തോന്നിയായിരുന്നു. ഒരിക്കലും ഇല്ല.